ഹലോ ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. എൻ്റെ പേര് ദീപു. കുന്നും മലയും അരുവികളും പിന്നെ ധാരാളം റബ്ബറുകളുമുള്ള ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് എൻ്റെ വീട്. വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയൻ. ഉൾനാടായതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയൊരു കടമുറിയും അതിനോട് ചേർന്ന ഒരു ചായക്കടയും പിന്നെ ഒരു ബസ് സ്റ്റോപ്പും അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെയുള്ളത് ഒരു 3 കിലോമീറ്റർ അപ്പുറമുള്ള ടൗണാണ്. ബസ് സ്റ്റോപ്പ് എന്ന് വെച്ചാൽ 2 ബസ് മാത്രമാണ് അങ്ങോട്ട് വരുന്നത്. രാവിലെ ഓട്ടം തുടങ്ങുന്ന സമയം യഥാക്രമം 7 മണിക്കും 8 മണിക്കുമാണ്. രാവിലെ 8 മണിക്കുള്ള ബസ്സിൽ പോയാൽ 9 മണി ആകുമ്പോഴേക്കും സ്കൂളിലെത്തും. നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. സമയമായി വരുന്നതേ ഉള്ളൂ. ബസ് അവിടെ നിർത്തിയിട്ടുണ്ട്. കണ്ടക്ടറും ഡ്രൈവറും അവിടെ ചായക്കടയിൽ നിന്ന് എന്തോ കനത്തിൽ വലിച്ചു കയറ്റുന്നുണ്ട്. 15 മിനിറ്റുകളിൽ ബസ് എടുക്കും. അതിനിടയിൽ ആളുകൾ എത്താൻ തുടങ്ങി. സ്ത്രീകളും കുട്ടികളും പണിക്കാരും ഉദ്യോഗസ്ഥരും എല്ലാം അടക്കം ഒരു 10 പേര് കാണും. അവർ സ്ഥിരം യാത്രക്കാരാണെന്ന് തോന്നുന്നു. അപ്പോഴേക്കും ഡ്രൈവറും കണ്ടക്ടറും ചായ കുടി ഒക്കെ കഴിഞ്ഞു വന്ന് വണ്ടി സ്റ്റാർട്ടാക്കി. ആളുകൾ ബസ്സിൽ കയറി സീറ്റ് പിടിക്കാൻ തുടങ്ങി. ഞാൻ സെൻട്രലിലുള്ള ഒരു സീറ്റിൽ കയറിയിരുന്നു. കുറച്ചു സമയം മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ എന്നറിയാമായിരുന്നു. പാസ്സുള്ളത് കൊണ്ട് തന്നെ ഫുൾ ടിക്കറ്റ് കൊടുക്കുന്നവർക്ക് എഴുന്നേറ്റ് കൊടുക്കേണ്ടി വരും. 2-3 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേക്കും ബസ്സിലെ സീറ്റുകൾ ഫുള്ളായി. പ്രായമായ ഒരാൾക്ക് ഞാൻ സീറ്റ് കൊടുത്തു. അടുത്ത സ്റ്റോപ്പിൽ നിന്നും കുറച്ചു പേർ കയറി. 1-2 പണിക്കാരും 2 സ്കൂൾ കുട്ടികളും. അവരുടെ പിന്നാലെ ഒരു ചേച്ചിയും. അതാണ് നമ്മുടെ കഥയിലെ നായിക. ഞാൻ ആ ചേച്ചിയെ ശ്രദ്ധിച്ചു. സിനിമാ നടി കനിഹയെ പോലെ നല്ല ഉരുണ്ട മുഖം, മനോഹരമായി കണ്ണെഴുതിയിട്ടുണ്ട്. നെറ്റിയിൽ ചന്ദനവും അതിനു മുകളിലായി സിന്ദൂരവും കാണാം. ഒരു ആകാശ നീല ഷിഫോൺ സാരിയാണ് വേഷം. അതേ കളറിൽ തന്നെയാണ് ബ്ലൗസും. മുടിയിൽ ഒരു തുളസി കതിർ കാണാമായിരുന്നു. ബസ് പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പല സ്റ്റോപ്പുകളിൽ നിന്നും കുറേ പേർ കയറി. നല്ല തരുണിയും മണികളും ചുള്ളൻ ചെക്കന്മാരും എൻ്റെ അതേ യൂണിഫോമുള്ള ചിലരെയും കണ്ടു. പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഒരു കണ്ണടയിട്ട എന്നേക്കാൾ ഒരു 3 വയസ്സെങ്കിലും പ്രായം തോന്നിക്കുന്ന ഒരു ചേട്ടൻ അവൻ്റെ മുന്നിൽ നിന്നിരുന്ന ഒരു പെണ്ണിനോട് പറഞ്ഞു കേട്ടു. പുതിയ വർഷമല്ലേ, അപ്പോൾ ആൾക്കാരുണ്ടാവില്ലേ മണ്ട. അവൾ മറുപടി പറയുന്നു കേട്ട് എനിക്ക് ചിരി വന്നു. പോകെ എനിക്ക് കാര്യങ്ങൾ വ്യക്തമായി. ഉദയപുരം എന്ന സ്ഥലത്താണ് എൻ്റെ സ്കൂൾ. അതിന് 2 കിലോമീറ്റർ അപ്പുറത്താണ് ഗവൺമെൻറ് കോളേജ്. കൂടാതെ ട്യൂഷൻ സെൻ്ററുകളും പ്രൈവറ്റ് സ്കൂളുകളും ഒക്കെയുണ്ട്. ഇവരൊക്കെ അവിടെ പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമൊക്കെയാണ്. കുറേ ലോങ് യാത്ര ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഒരു ഫാമിലി പോലെ നല്ല പരിചയവും കളിയും ചിരിയുമായാണ് പോകുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്പനിയാണ്. അതിൽ പ്രണയിക്കുന്നവരും നല്ല കൂട്ടുകാരും ഒക്കെയുണ്ട്. സ്റ്റോപ്പിൽ ഇറങ്ങി നടക്കുമ്പോൾ തന്നെ കണ്ടു ഒരു വലിയ വെൽക്കം ബോർഡ്. സീനിയേഴ്സ് വെച്ചതാണ്. ഞാനിപ്പോൾ ചെന്ന് കയറുന്നത് 2009-10 ബാച്ചിലേക്കാണ്. ആദ്യത്തെ ദിവസം നല്ല ബോറിംഗ് ആയിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഞാനൊരു സെമി ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ട് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ആരോടും അങ്ങോട്ട് പോയി സംസാരിക്കാൻ ഒന്നും പറ്റാറില്ല. താല്പര്യമുണ്ടെങ്കിൽ കൂടിയും ഒരു ചെറിയ മടി. എന്നാൽ ആരെങ്കിലും ഇങ്ങോട്ട് സംസാരിച്ചാൽ നന്നായി സംസാരിക്കും. എന്നോട് അധികം ആരും പരിചയപ്പെടാൻ വരുന്നുമില്ല. ഞാൻ അങ്ങോട്ട് പോയി പരിചയപ്പെട്ടുമില്ല. ഉച്ചയ്ക്കുള്ള ബസ്സിൽ തിരിച്ചു പോകുമ്പോൾ ആളുകൾ കുറവായിരുന്നു. എൻ്റെ സ്കൂളിലെ ചിലർ മാത്രമേ ബസ്സിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സീറ്റ് കിട്ടി. ബസ്സിലെ സൈഡ് സീറ്റും പ്രണയഗാനങ്ങളും അതൊന്നൊന്നര കോമ്പിനേഷനാണ്. നന്നായി ഒന്ന് മയങ്ങി. വീട്ടിലെത്തി ഫുഡ് കഴിച്ച് ഒന്നുകൂടി മയങ്ങി. വൈകുന്നേരം പതിവ് പോലെ കളിക്കാൻ പോയി. ദിവസങ്ങൾ മെല്ലെ കടന്നുപോയി. പതിയെ ബസ്സിലുള്ള എല്ലാവരെയും പരിചയപ്പെട്ടു. സ്കൂളിലും ക്ലാസ്സിലും ഒക്കെ കൂട്ടുകാരായി. ആ ചേച്ചിയെയും പരിചയപ്പെട്ടു. പേര് അനുപമ. വയസ്സ് 25. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഹസ്ബൻഡിന് കളക്ടറേറ്റിൽ ആണ് ജോലി. ഇപ്പോൾ പോസ്റ്റ് കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരമാണ്. ആഴ്ചയിൽ വീട്ടിലേക്ക് വരും. വീട്ടിൽ ഹസ്ബൻഡിന്റെ അച്ഛൻ, അമ്മ 2 പേരും ടീച്ചർമാരാണ്. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി എങ്കിലും ഇപ്പോഴേ കുട്ടികൾ വേണ്ട എന്ന തീരുമാനത്തിലാണ് അവർ. BEd കഴിഞ്ഞു. ഇപ്പോൾ ഉദയപുരമുള്ള ഒരു പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ടീച്ചറായി ജോലി കിട്ടി. ആള് നല്ല കമ്പനിയാണ്. എന്നാൽ ഫ്ലാറ്റിന്
ഒരു അതിർവരമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാവരോടും ഫ്രീ ആയി സംസാരിക്കുമെങ്കിലും കോഴി സ്വഭാവമുള്ളവരോട് എപ്പോഴും ഒരു അകലം പാലിച്ചു. പലരും മൊബൈൽ നമ്പർ ആവശ്യപ്പെട്ടെങ്കിലും അവർ ആർക്കും അത് നൽകിയില്ല. പെൺകുട്ടികൾക്ക് പോലും സാരി ഉടുക്കുമ്പോൾ പോലും അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ് സാരി ഉടുക്കുന്നത്. വയറിന്റെ ഒരു കണിക പോലും കാണാൻ കിട്ടില്ല. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഒന്നും മനസ്സിലാവാൻ പറ്റില്ല. ആ ബസ് ഫാമിലിയിൽ പുതുതായി ചേർന്നവർ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ടെന്നല്ലാതെ ഞങ്ങൾ അത്ര വലിയ കമ്പനി ആയിരുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞത് തന്നെ, എന്നോട് നന്നായി സംസാരിക്കുന്നവരോട് ഞാൻ സംസാരിക്കും, എന്നോട് കുറച്ച് സംസാരിക്കുന്നവരോട് ഞാൻ അങ്ങനെ സംസാരിക്കും. ബാക്കിയുള്ളവരൊക്കെ മുമ്പേ അറിയുന്നവർ ആയതുകൊണ്ട് അവർ എപ്പോഴും കലപിലാണ്. ഞങ്ങൾക്കായി മാത്രം സംസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. ഞാനാണെങ്കിൽ അതിനായി മുതിർന്നതുമില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു സാധാരണ ഒരു ചേച്ചി, അതിനപ്പുറം ഒരു പ്രത്യേക വികാരമോ ഒരു സ്നേഹമോ ഒന്നും അവരോട് തോന്നിയിരുന്നില്ല. വൈകുന്നേരമാണെങ്കിൽ എനിക്കൊരു ക്ലാസ് ഇടുന്നത് 4 മണിക്കും ഞാൻ വരുന്നത് 4:30ക്കുള്ള ബസ്സിനുമാണ്. ചേച്ചിക്കാണെങ്കിൽ 3:30ക്ക് ക്ലാസ് കഴിയും. അപ്പോൾ തന്നെയുള്ള ബസ്സിൽ കയറും. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഞങ്ങൾ കാണാറില്ല. ഹെഡ് മാസ്റ്റർ റോഡ് പെർമിഷൻ മേടിച്ച് 10 മിനിറ്റ് നേരത്തെ ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ 3:30ക്ക് ക്ലാസ് വിടുമ്പോൾ 3:30ക്കുള്ള ബസ് കിട്ടില്ലല്ലോ. ഞാൻ പിന്നെ അവരെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാറില്ല. അതിന് കാരണം മറ്റൊന്നാണ്. ഒരു ദിവസം ഇന്റർവെല്ലിന് പുറത്തിറങ്ങിയ ശേഷം എൻ്റെ അടുത്തിരിക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട് അരുൺ പറഞ്ഞു, എടാ അപ്പുറത്തെ ക്ലാസ്സിലെ നിമിഷയ്ക്ക് നിന്നോടൊരു നോട്ടമുണ്ടെന്ന് പറഞ്ഞു. എന്തോ ഒരു ഡൗട്ട്, അത്രേ ഉള്ളൂ കേട്ടോ. പോരെ പൂരം. ആണോ? അതേടാ, നീ ഇന്റർവെല്ലിന് പുറത്തിറങ്ങുമ്പോൾ ഒക്കെ അവൾ ഇടം കണ്ണിട്ട് നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. ബസ്സിലെയും സ്കൂളിലെയും തമ്മിൽ പ്രണയിക്കുന്നവരെ കാണുമ്പോഴും പിന്നെ പ്രായം ശരീരത്തിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാക്കിയത് കൊണ്ടാവാം എനിക്കും ഒരു പ്രണയിനി വേണമെന്ന് തോന്നുക. ഒരാളെ എനിക്ക് വേണ്ടി കണ്ടെത്തണമെന്ന് ഞാൻ ആലോചിച്ച് നടക്കുന്ന സമയത്താണ് അവൾ നിമിഷയാണെന്ന് അരുൺ ഉറപ്പിച്ചു പറഞ്ഞത്. ഒരു ആവറേജ് കുറച്ച് മുകളിൽ, അതിനപ്പുറം പറയാൻ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് വെളുത്തിട്ടാണ്, എന്നാൽ നല്ല വെളുത്തിട്ടല്ല. ഉയരവും തടിയും പഠിത്തവും ഒക്കെ അതുപോലെ തന്നെയായിരുന്നു. 100-ൽ ഒരു 60 മാർക്ക് കിട്ടും എനിക്ക്. എന്നെ കുറിച്ച് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം സൗന്ദര്യമുള്ള അവൾ വളയുമോ എന്ന കാര്യം ഡൗട്ട് തന്നെയായിരുന്നു. എന്നാൽ ലോകത്ത് ഇത്രയും കോൺഫിഡൻസ് തരുന്ന വേറെ ഫ്രണ്ട് ഉണ്ടോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അരുൺ എനിക്ക് കോൺഫിഡൻസ് തന്നു. അവൾ പിറകിലോട്ട് നോക്കിയാലും മുന്നിൽ നിൽക്കുന്നത് തന്നെയാണ് നോക്കുന്നത് എന്നായിരുന്നു അരുണിന്റെ വാദം. എന്നാലും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവൾക്ക് മനസ്സിലായി ഞാൻ അവളുടെ പിറകെയാണെന്ന്. ഞങ്ങളെ കാണുമ്പോൾ അവളുടെ കൂട്ടുകാരി അവളോട് എന്തോ പറഞ്ഞ് ചിരിക്കും. അവളാണെങ്കിൽ അപ്പോൾ തന്നെ എന്നെ ദഹിപ്പിക്കുന്ന രീതിയിൽ നോട്ടം നോക്കും. അതുകൊണ്ട് ഞാൻ നോട്ടം മാറ്റും. ചിലപ്പോൾ അവൾക്ക് എന്നോട് താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കുമോ അങ്ങനെ നോക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ, ഏടാ പെൺകുട്ടികൾ എല്ലാവരും അങ്ങനെയാണ്. മനസ്സിൽ എത്ര സ്നേഹമുണ്ടെങ്കിലും അത് കാണിക്കില്ല, പിറകെ ഇങ്ങനെ നടത്തിക്കും. മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് ചിന്ത വരുമ്പോഴേക്കും അരുൺ കോൺഫിഡൻസിന്റെ ബൂസ്റ്റർ ഡോസ് കുത്തി അങ്ങ് വെക്കും. അങ്ങനെ ആയിരിക്കുമല്ലേ, പിന്നല്ലാതെ നമുക്കറിയാവുന്നതല്ലേ പെണ്ണുങ്ങളെയൊക്കെ. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2 ലൈനുണ്ടായവനാണ് അരുൺ. അതുകൊണ്ട് തന്നെ അവന്റെ വാക്കുകൾ എനിക്ക് ദൈവവചനമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ നോട്ടങ്ങളെയൊക്കെ മൈൻഡ് ചെയ്യാതെ അവളുടെ പിറകെ തന്നെ വെച്ച് പിടിച്ചു. എന്നാൽ സകല ധൈര്യവും സമ്പാദിച്ച് ജില്ലാതല സ്കൂൾ കലോത്സവത്തിന് പ്രപ്പോസ് ചെയ്തപ്പോൾ കൊടുത്ത ഗ്രീറ്റിംഗ് കാർഡും റോസാപ്പൂവും ഡയറി മിൽക്കും കാറ്റിൽ പറന്നതോടുകൂടി അവളുടെ നോട്ടത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലായി. കുറച്ചുകൂടി കഴിഞ്ഞ് പ്രപ്പോസ് ചെയ്യാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. അതൊരു കാരണം ഇതുവരെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിരുന്നില്ല എന്തായിരുന്നു. എന്നാൽ ഏതാ നീ ആലോചിച്ച് നോക്കിയേ, സ്കൂൾ കലോത്സവം 5 ദിവസമുണ്ട്. ആദ്യ ദിവസം നീ പ്രപ്പോസ് ചെയ്തു എന്ന് വിചാരിച്ചു, അവൾ ഓക്കെ പറഞ്ഞു. പിന്നെയുള്ള ഈ 5 ദിവസം നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രം. നിങ്ങളോട് ആരും ഒന്നും ചോദിക്കാനും പോകുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിലും ഒന്നിച്ച് കറങ്ങി നടക്കാം. നിങ്ങളുടെ മധുര മനോഹരമായ 5 ദിനങ്ങൾ. അവൻ കോൺഫിഡൻസ് കുത്തിവെച്ചതോടുകൂടി ഞാൻ സട കുടഞ്ഞെഴുന്നേറ്റു. ആ സടയ്ക്ക് അവൾ തീയിട്ടു. പക്ഷേ കരിഞ്ഞത് മൊത്തം എൻ്റെ ഉള്ളാണെന്ന് മാത്രം. ഇതൊക്കെ വെറുതെയാണ്. അവൾ നിന്നെ സ്നേഹിക്കും, നമ്മൾ സ്നേഹിപ്പിക്കും എന്നവൻ അടുത്ത കോൺഫിഡൻസ് ബൂസ്റ്റ് തരുമ്പോൾ തന്നെ അവൻ്റെ തലക്കെട്ട് ഒന്ന് കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഊരി. അവൾക്ക് വേറെ ലൈനുണ്ട്, നീ വെറുതെ നടന്ന നാണക്കെടേണ്ട എന്ന് അവളുടെ കൂട്ടുകാരി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ തൊലി ഇരിഞ്ഞു പോയി. പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. കുറച്ചു നേരം അവിടെ കറങ്ങിയിട്ട് നിന്ന് 3:30ക്കുള്ള ബസ്സിൽ തന്നെ കയറിപ്പറ്റി. ബസ്സിലാണെങ്കിൽ അനുചേച്ചി അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ മുഖം ഗ്ലൂമി ആയത് കൊണ്ട് തന്നെ
അത് ആള് കാര്യം ചോദിച്ചു. ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ കുറച്ച് ആശ്വാസമാകുമെന്ന് കരുതി ഞാൻ ഉള്ള കാര്യം തുറന്നു പറയും. സാരമില്ലടാ, പോട്ടെ, നിനക്ക് വേറെ നല്ല പെണ്ണിനെ കിട്ടും. ഇനി ആരെ കിട്ടാ ചേച്ചി? ഞാനൊരു താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. നിനക്ക് എന്താണ് കുഴപ്പം? കാണാൻ സുന്ദരനല്ലേ, നല്ല സ്വഭാവവും. അവൾക്ക് വേറെ ലൈൻ ഉണ്ടായിരിക്കുന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ എന്തായാലും അവൾ നിന്നെ പ്രണയിച്ചേനെ. അനുചേച്ചി തന്ന പോസിറ്റീവ് വൈബ് എന്നെ മൊത്തത്തിൽ ഉഷാറാക്കി. കാണാൻ സുന്ദരൻ എന്ന് പറഞ്ഞത് ചിലപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞായിരിക്കും, പക്ഷെ നല്ല സ്വഭാവമാണ് പറഞ്ഞത്. എനിക്കൊരു പോസിറ്റീവ് മാർക്കായാണ് തോന്നിയത്. എടാ, ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് അറിഞ്ഞ ശേഷം മാത്രം അവളുടെ പിറകെ പോകുക, അല്ലാതെ ആരെങ്കിലും പറഞ്ഞാൽ കേട്ട് എടുത്ത് ചാടുകയാണ് വേണ്ടത്. ചേച്ചി പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ആ മണ്ടൻ അരുണിന്റെ കോൺഫിഡൻസ് ബൂസ്റ്റിനേക്കാൾ ചേച്ചി പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തോന്നി. എന്നെ മനസ്സിലാക്കിയ ഒരാൾ എന്ന നിലയിൽ എനിക്ക് ചേച്ചിയുടെ കുറച്ച് സ്നേഹവും ബഹുമാനവും തോന്നി. എനിക്ക് വേണ്ടി നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്താൻ സഹായിക്കാമെന്ന് ചേച്ചി വാക്ക് തന്നതിനാൽ ഞാൻ രണ്ടും കൽപ്പിച്ച് അംഗത്തിനിറങ്ങി. ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ 1-2 ആഴ്ച എടുത്ത് ഒരു നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി അവളുടെ സ്വഭാവവും ഡീറ്റെയിൽസും ചേച്ചി അറിയിക്കും. ബസ് സ്റ്റാൻഡിൽ വെച്ച് അവളെ ചേച്ചി കാണിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നാൽ ചേച്ചിയാണെങ്കിൽ 2 ദിവസമൊക്കെ എടുത്ത് അനലൈസ് ചെയ്ത് നിഷ്കരണം തള്ളിക്കളയും. അവളുടെ സ്വഭാവവും നിന്റെ സ്വഭാവവും തമ്മിൽ ചെയ്യില്ല. അവൾക്ക് ഇളക്കം കുറച്ച് കൂടുതലാണ്. നിങ്ങൾ തമ്മിൽ ഒരു മാച്ചില്ല. ചേച്ചി പറയുന്ന കാരണങ്ങൾ ഒരു എണ്ണവും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഏതാണ്ട് ശരിയുമായിരുന്നു. എന്തായാലും ഞങ്ങൾ നല്ല കൂട്ടായി. ഓ, ഇപ്പോൾ ഫ്രഷേഴ്സ് തമ്മിൽ സെറ്റായി. ഇപ്പോൾ നമ്മളെ ഒന്നും വേണ്ട അല്ലേ? ഞങ്ങളുടെ പതിവില്ലാത്ത ഒന്നിച്ചുള്ള സംസാരം കണ്ടിട്ടാണ് ഒരു കോഴി ചേട്ടൻ കമന്റ് ഇട്ടു. എന്തായാലും ദീപു നിന്നെ പോലൊരു കോഴിയല്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ചേച്ചിയുടെ റിപ്ലൈ അപ്പോൾ തന്നെ വന്നു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. അവനാണെങ്കിൽ നന്നായി ഒന്ന് ചമ്മി. ഈ വർഷം ഈ ബസ്സിൽ പുതുതായി വന്നത് ഞാനും ചേച്ചിയും മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങളെ ഫ്രഷേഴ്സ് എന്നാണ് വിളിക്കുന്നത്. എന്തായാലും ചേച്ചിക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് എനിക്ക് അതിലൂടെ മനസ്സിലായി. കാരണം എന്തെന്ന് വെച്ചാൽ സാധാരണ ചേച്ചിയുടെ കൂടെ ആരെയെങ്കിലും ചേർത്ത് കളിയാക്കിയാൽ ചേച്ചി ആരുടെ പേര് ചേർത്താണ് കളിയാക്കിയത് അയാളോട് പിന്നെ സംസാരിക്കില്ല. ഒരു ചെറിയ കാര്യം അകലം കാത്തു സൂക്ഷിക്കും. എന്നാൽ എന്നോട് അങ്ങനെ ഒരു അകലം കാണിക്കാത്തതിൽ എനിക്ക് സന്തോഷമായി. എനിക്ക് സന്തോഷമായി. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഞങ്ങൾ ഒന്നുകൂടി അടുത്തു. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ചേച്ചിയുടെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. ഹസ്ബൻഡ് സ്നേഹമുള്ളവനാണെങ്കിലും കുറച്ച് ഷോർട്ട് ടെമ്പറാണ്. എനിക്ക് മനസ്സിലായി. പെട്ടെന്നാണ് ദേഷ്യം വരുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം വന്നിട്ടാണ് ദേഷ്യപ്പെട്ട് നടന്നിട്ട് എന്ത് കാര്യം ചേച്ചി? തൻ്റെ വിഷമത്തിൻ്റെ കെട്ടയച്ചു. ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ടീച്ചർമാരായതുകൊണ്ട് തന്നെ ഒരു പരിധി വിട്ട് തമാശ പറയാറില്ലെന്നും കുറച്ച് ഗൗരവത്തിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നതെന്നും ചേച്ചി പറഞ്ഞു. ഇതിലൂടെ ചേച്ചി കുറച്ചുകൂടി ഫ്രീ ആയി സംസാരിക്കുന്നത് എന്നോട് മാത്രമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അങ്ങനെ ഞങ്ങൾ നല്ല കൂട്ടായി. പിന്നെ ഒരിക്കൽ ചേച്ചി എന്നോട് ഈ കാര്യം വീണ്ടും ആവർത്തിച്ചു. ഹസ്ബൻഡും ഞാനും തമ്മിൽ ഒട്ടും ശരിയല്ലടാ, ഞങ്ങളുടെ ജീവിതം നല്ല രീതിയല്ല പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഒരു ദിവസം ചേച്ചിയുടെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചു. അങ്ങനെ ഞാൻ പോയി. ചേച്ചിയെ അന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സാരിയിലായിരുന്നു. എന്നിട്ട് എല്ലാവരും പോയി. ചേച്ചി എന്നോട് പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തിനാണാവോ ചേച്ചി എന്നോട് അങ്ങനെ പറഞ്ഞതെന്ന് ഫസ്റ്റ് ഞാൻ ഒന്ന് ചിന്തിച്ചു. പിന്നെ ചേച്ചിയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ അച്ഛനും അമ്മയും എല്ലാം പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും ചേച്ചിയോട് ചോദിച്ചു, നീ വരുന്നില്ല? ഇല്ല, ഇവൻ ഇപ്പോൾ പോകും. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കിടന്നുറങ്ങണം, എനിക്ക് നല്ല തലവേദനയാണ്. ആയിക്കോട്ടെ, എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം എന്നും പറഞ്ഞു അവർ പോയി. അപ്പോൾ ചേച്ചി അവനോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കേ, ഞാൻ നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ ഇപ്പോൾ കുടിച്ചല്ലേ ഉള്ളൂ. ഓക്കെ, പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി? പറഞ്ഞോ. ഞാൻ കുറച്ചായി നിന്നോട് പറയണമെന്ന് വിചാരിക്കുന്നു. ഞാൻ നിന്നോടൊന്ന് പറഞ്ഞിരുന്നില്ലേ എൻ്റെ ഹസ്ബൻഡ് എന്നെ നല്ല രീതിയിലൊന്നും നോക്കിയിട്ടില്ല എന്ന്, കുറച്ച് മോശപ്രകടനമാണെന്ന്. നീ അതുകൊണ്ട് എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താണ് ചേച്ചി? കാര്യം പറ എന്നും പറഞ്ഞ് ചേച്ചിയുടെ കയ്യിൽ കയറി അവൻ പിടിച്ചു. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളവർ കമൻ്റ് ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം.
ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ബൈ.